ഈ പെന്തിക്കോസുകാരെക്കായാലും പഴക്കം കേരളത്തിൽ ആത്മീക ലോകത്ത് ബ്രദറുകാരാ. പെന്തിക്കോസുകാരെക്കാളും കുറച്ചുകൂടെ പഴക്കം. ബ്രദറുകാർക്ക് മുമ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് വിയോജിതക്കാരാ, വിയോജിത പ്രസ്ഥാനം. ആ വിയോജിതക്കാരനായിരുന്നു പേരുശ്ശേരി മത്താച്ചൻ. അറിയാമല്ലോ, അമ്മാമ്മയുടെ ഗ്രാൻഡ് ഫാദർ അല്ലേ? പേരുശ്ശേരി മത്തായിച്ചൻ, അതുപോലെ CT മത്തായിച്ചൻ, പഴയ പിതാക്കന്മാരിൽ അതിലെ അഗ്രഗണ്യനായിരുന്നു സൈമൺ സാറ്. അല്ല, പഴയ വിയോജിതക്കാരാ. അങ്ങനെയുള്ള പിതാക്കന്മാരുണ്ടായിരുന്നു. വിയോജിതം എന്ന് പറഞ്ഞാൽ ചില കാര്യത്തോട് യോജിക്കാൻ പറ്റുന്നില്ല, വിട്ടേച്ചിഞ്ഞ് പോന്നു. അപ്പോൾ സാറ് യോജിക്കാൻ പറ്റാത്ത പല കാര്യമുണ്ട്. അത് സാറ് പാട്ടെഴുതി. എന്നോട് ഇപ്പോഴത്തെ ബ്രദറിലെ തലമുതിർന്ന ബഹുമാനപ്പെട്ട പിതാവാ മൈലപ്പറയിലെ ഫിലിപ്പ് സാറ്, കരുവഞ്ചേരി ഫിലിപ്പ് സാർ അവർകൾ. സമയം കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോവും. പഴയ പാട്ടുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കും, പഴയ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഒരിക്കൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പം ഒരു പാട്ട് പാടി. ആ പാട്ട് പാടി ഉടനെ ഫിലിപ്പ് സാർ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഉപദേശമാണ്. ഈ പാട്ട് ഞങ്ങളുടെ ഉപദേശമായി. ഈ പാട്ട് മൊത്തം ഞങ്ങളുടെ ഉപദേശമാണ്. ഞാൻ ആ പാട്ട് പാടാറുണ്ട്. പാട്ടിൻ്റെ വരികൾ നല്ല വരികളാണ്, ഉപദേശമാണ്. 2 വരി പാടാം. 2 വരി. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട് എതിർപ്പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ. ഹാർമോണിയത്തിൻ്റെ 1-2 കട്ടയ്ക്ക് ഒരു പ്രോബ്ലം വന്നത് കൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കരുത് ഉച്ചവൻ എന്നെ കാണിക്കുന്നെന്ന്. അപ്പോൾ അത് 1-2 കട്ടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം വന്നത് നന്നാക്കണേ. നിങ്ങൾക്ക് ചിലക്ക് അത് തന്നെ താളമെന്നും പറഞ്ഞാൽ അത് നന്നായി. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പാട്ട് അവരുടെ ഉപദേശമാണ്. തരവഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. സ്ഥാനമാനവും ഒന്നും വേണ്ടെന്ന് ഉപദേശമാണ്. ഇപ്പോഴെങ്ങനെയാണെന്ന് തന്നെത്താൻ ശോധന ചെയ്യ്. അടുത്ത വരിയുണ്ട്, കള്ളിക്കോശങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. കളിക്കോശങ്ങൾ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. കളികോശങ്ങളിലൊന്നും താല്പര്യമില്ല. അന്നേരം നമ്മൾ പിക്കിന് പോയി ചാക്കിനകത്തോടെ പാസ്റ്റർ ഓടുന്നു. അതാരാ ഓടി വരുന്നത്? അത് നിങ്ങളുടെ പാസ്റ്ററാ. ചാക്കേ കയറി സെക്രട്ടറി അന്നേരം വേറൊരു ചാക്കുമായിട്ട് അവിടെ 6 അടിച്ചു. ആരാ? പാസ്റ്റർ അടിച്ചു. ഉടനെ വിശ്വാസി പാസ്റ്റർ ഔട്ട്. അല്ലേലും പാസ്റ്റർ ഔട്ട് ആക്കുമെന്നുള്ളത് കള്ളിക്കോശങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. കള്ളിക്കോശങ്ങൾ രസിപ്പോരില്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. ബഹുജന സ്തുതി കൊതികരല്ല, പരനെനിക്ക് കീഴ്പ്പെടണമെന്നില്ല. ഭാഗ്യമിത്. ആ വരിയെല്ലാം ഞാൻ പാടുന്നില്ല. ഒരു വരിയുണ്ട്, പൊന്നിലാശ വയ്പാറില്ല. അതുമില്ല. കളിഘോഷങ്ങളിൽ രസിക്കുന്നില്ല, പൊന്നിലാശ വയ്ക്കുന്നില്ല, ബഹുജന സ്തുതി കൊതിയരല്ല, കർത്തൃഭാവം ധരിപ്പോരില്ല. ഉപദേശമായിരുന്നെന്ന് എന്നോട് മൈലപ്പറ ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാർ അവറുകളാ പറഞ്ഞേ. തന്നെത്താൻ നമ്മളൊന്ന് ശോധന ചെയ്യ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ ആണോ?
ദൈവത്തിന് മഹത്വം. ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. അല്ല, ഞാൻ അധികം അവിടെ നിൽക്കാത്തതാണല്ലോ നിങ്ങളുടെ ആഗ്രഹവും. വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തിയല്ല ഇതിനകത്ത് കൊണ്ടുവന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചോ. നമ്മൾ ആ എടുത്ത ഭാഗത്ത് നിന്ന് വായിച്ച ആ ഭാഗം അങ്ങ് വിടാം. മറന്നുപോയോ? ആ അല്ലല്ലല്ല, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ചപ്പോഴല്ലയോ, 1 വചനത്തിങ്കൽ താഴ്ത്തിയില്ല, 2 ശാഠ്യം കാണിച്ചു, 3 പുരോഹിതന്മാരും പ്രധാനികളും അവരോട് ജാതികളുടെ പ്രവർത്തികൾ പഠിച്ചു. അടുത്ത വാക്യം വായിര്. ആലയത്തെ, ദൈവാലയത്തെ അശുദ്ധമാക്കി, ആലയത്തെ അശുദ്ധമാക്കി. ഞാനതൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ ഇങ്ങനെ പറയാൻ ഇഷ്ടം പോലുണ്ട്. ആലയത്തെ ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച ആലയത്തെ ഇവരെല്ലാം കൂടെ ചേർന്ന് അശുദ്ധമാക്കി. ആ അശുദ്ധി എന്നാന്ന് നിങ്ങൾ യെഹെസ്കേൽ പ്രവചനം 8 എടുത്തേ. അയ്യോ, ഇതൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ ഞാൻ ഇന്നൊരു അർദ്ധരാത്രി വരെ നിന്ന് ദൈവകൃപയെ ശരണപ്പെട്ട് പ്രസംഗിക്കും. നിങ്ങൾ ചിലപ്പോൾ ചിലർ കേട്ടിരുന്നെന്നും വരാം. എങ്കിലും പോകുമ്പോൾ നിങ്ങൾ പറയും അയാളുടെ തോടിൽ അത് തന്നെ എന്ന് പറയും. അല്ല, എൻ്റെ തോടിൽ ഇത് തന്നെ. എങ്കിലും നമുക്ക് ഒരു സമയപരിധി ഉണ്ടല്ലോ. ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അങ്ങ് നിർത്താം. ദൈവത്തിന് എപ്പോഴും ഇല്ല. 8-1 മുതൽ വായിച്ചു വച്ചാ. 6-ാം ആണ്ട് 6-ാം മാസം. ആ ആ ആ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. മനുഷ്യനാദൃതി രൂപം കണ്ട് അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്രന്റെ സ്വർണ്ണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവെന്നെ ഭൂമിക്കും ആകാശത്തിന് മധ്യ ഉയർത്തി ദിവ്യദർശനങ്ങളാൽ. അപ്പൊ ആലയത്തെ അശുദ്ധമാക്കി. യെരൂശലേമിൽ വടക്കോട്ടുള്ള ആലയത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നു. അപ്പൊ ഈ ആലയത്തെ അശുദ്ധമാക്കി. പ്രവാസത്തെ വിടാൻ കാര്യം ആലയത്തെ അശുദ്ധമാക്കി. അപ്പൊ ഈ വടക്കോട്ടുള്ള വാതിൽക്കൽ കൊണ്ടുവന്നു. വടക്കോട്ടുള്ള വാതിൽക്കൽ. അപ്പൊ ഈ വടക്കോട്ടുള്ള ഈ ശരീരം ബാബേലിരിക്കുക. ബാബേലിലെ ടെൽ അബീബ് കോളനിയിലെ കെബാർ നദിയുടെ തീരത്ത് യെഹെസ്കേലിന്റെ ശരീരം ഇരിക്കുന്നു. പക്ഷെ ആത്മാവിൽ യെരൂശലേമിന്റെ വടക്കേ വാതിൽക്കൽ ചെന്നു. അങ്ങനെ പോകാം. ശരീരം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ എവിടെല്ലാം പോയില്ലേ? ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി വാ. വീട്ടിൽ പോയവരുണ്ട്, വണ്ടിക്കകത്ത് പോയവരുണ്ട്, ബെഡ്റൂമിൽ പോയവരുണ്ട്, കിടക്കാനേ കസാര ഇരിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിൽ പോയവർ കാണും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ പ്രസംഗം ഞാനങ്ങ് ചിന്തിക്കുകയായിരുന്നു ആ സഹോദരി എങ്ങനെ സഹിക്കുന്നെന്ന്. അവൻ ഞാൻ പ്രസംഗിച്ചപ്പോൾ അവർ എൻ്റെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞതാണ്, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാവം സഹോദരി എങ്ങനെ. ഞാൻ പറഞ്ഞു, എൻ്റെ തള്ളേ, ഞാൻ ഇത് തുറവം പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ എല്ലാം പോയിച്ച് അല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ എവിടെല്ലാം പോകുന്നില്ലേ? അല്ല, അങ്ങനെ പോകാം. ശരീരം ഇവിടെ ഇരിക്കുക, പക്ഷെ നമുക്ക് പോകാം. പൗലോസ് ഒരിക്കൽ പറഞ്ഞല്ലോ, ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നവൻ 3-ാം സ്വർഗത്തോളം ശരീരത്തോടോ. അത് ഞാൻ അറിയുന്നില്ല, കർത്താവ് അറിയുന്നു. ശരീരം താഴെയുണ്ട്, പക്ഷെ ആത്മാവിൽ അങ്ങ് ചെന്നു. അങ്ങനെ പോകാം. ദൈവത്തിന് മഹത്വം. ആത്മാവിൽ പോകാമെന്ന്. രാവിലെ ഒരു ശുശ്രൂഷകൻ വിശ്വാസികളുടെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങണം. വെളുപ്പിനെ ഞാൻ കയറി ഇറങ്ങും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു ദൈവ പൈതൽ നിങ്ങളുടെ ബന്ധുക്കൾ ചാർച്ചക്കാരുടെ വീടുകളിലെല്ലാം ഒന്ന് കയറി ഇറങ്ങണം രാവിലെ. രക്ഷിക്കപ്പെടാത്തവർ കാണും, ഗുണപ്പെടാത്തവർ കാണും, രോഗികൾ കാണും, ബലഹീനർ. അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങണമെന്ന് രാവിലെ. സ്തോത്രം. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒന്ന് കയറി ഇറങ്ങണം. കയറി ഇറങ്ങുന്നത് നല്ലതാ. സ്തോത്രം. ശരീരം ടെൽ അബീബ് കോളനിൽ ഇരിക്കുക, പക്ഷെ ആത്മാവിൽ യെരൂശലേമിന്റെ വടക്കേ വാതിൽക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അടുത്ത വാക്യമായി അവിടെ ചെന്ന്
അവിടെ യെരൂശലേമിന്റെ വടക്ക്. അപ്പൊ ഈ ആലയത്തെ അശുദ്ധമാക്കി, അതുകൊണ്ടാ ഈ പ്രവാസത്തിൽ വിടാൻ കാര്യം. അപ്പൊ ഈ കണ്ടത് വടക്കേ വാതിൽക്കൽ ചെന്ന് പള്ളിയുടെ വലിയ പള്ളിയുടെ വടക്കേ വാതിൽക്കൽ ചെന്ന് ചെന്നപ്പോ ആ വാതിൽക്കൽ തീഷ്ണത തീഷ്ണതാബിംബം. അപ്പം വടക്കേ വാതിൽക്കൽ ഒരു ബിംബം. ആ ബിംബത്തിന്റെ പേരെന്നാ? തീഷ്ണതാബിംബം ഇരിക്കുക വടക്കേ വാതിൽക്കൽ ആലയത്തിൽ, പള്ളിയിൽ. അതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നത് ഈ തീഷ്ണതാബിംബം എന്തുവാന്ന് വെച്ചാൽ ജലസി എന്നാ ഇംഗ്ലീഷിൽ ഏതോ ഒരു പരിഭാഷ കൊടുത്തേക്കുന്നു. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, വായിക്കും. അങ്ങനെയാണോ? ഇത് ഇംഗ്ലീഷും കൂടെ ഉണ്ടോ? ഓ, അത് നന്നായി. ജലസി എന്നല്ലേ? അസൂയ. ഞാൻ വെറും ഊളനാന്നാന്നോ ചിന്തിച്ചേ? ഒരു ഇംഗ്ലീഷ് ഞാനൂടെ പറയട്ടെ വേച്ചാ. അപ്പൊ അവിടെ അസൂയ ജനിപ്പിക്കുന്ന ബിംബം ആലയത്തെ അശുദ്ധമാക്കി. ദൈവമക്കളോട് ഒരു കാര്യം പറയാം, നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഒന്നും പാടില്ല. കൂട്ടുവിശ്വാസിയോട് അസൂയ പാടില്ല, കൂട്ടുവേലക്കാരോട് അസൂയ പാടില്ല, സഹോദരങ്ങളോട് അസൂയ പാടില്ല. നമ്മുടെ കൊച്ചുങ്ങളിൽ നന്നാകണം, മറ്റു കൊച്ചുങ്ങൾ അല്ലല്ലല്ല, എല്ലാവരും നന്നാകണം. ഒരു കുഞ്ഞ് സൺഡേ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചാൽ ചിലക്ക് അസൂയ ഉണ്ടാകും. മറുഭാഷയ്ക്ക് ഒരു കുറവും. കന്നുകിടാവ് ചാടും പോലെ ചാടുന്നേ. മോനെ, കുഞ്ഞേ, അവിടെ സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ പറയുകയാണെ ഇടയ്ക്ക് ഇംഗ്ലീഷ്. ഇവിടുന്ന് പോകുമ്പോൾ 2 എണ്ണമെങ്കിലും പഠിച്ചു വെച്ച് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട്. ദൈവത്തിന് മഹത്വം. ജലസി, അസൂയ. അല്ല, ഈ പ്രാർത്ഥിക്കുന്നവർക്കാ കൂടുതലും അസൂയ എന്നാ എനിക്ക് തോന്നുന്നേ. എല്ലാവരുടെയും കാര്യമല്ല. ഉദാഹരണം, കൂടെ ആരാധിച്ച് പ്രാർത്ഥിച്ച ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് നല്ലൊരു വീട് കിട്ടി. ഉടനെ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ എങ്ങനെ ഒപ്പിച്ചു? സിസ്റ്റർ കണ്ടായിരുന്നോ? എന്നാ മറ്റേ സിസ്റ്റർ, എല്ലാം പ്രാർത്ഥന, എല്ലാം പ്രയർ ഗ്രൂപ്പാ. ഉടനെ ഈ ഗ്രൂപ്പ് തന്നെ, ഞാൻ പോയില്ല ഇതുവരെ. സൂസൻ പറഞ്ഞു വലിയ വീടാണെന്ന്. മുറികളൊക്കെ എത്രയുണ്ട്? 4 മുറിയുണ്ടെന്നാ. മുറി വലുതാന്നോ? അതിനാ പന്ത് കളിക്കാൻ പോവാന്നോ? അസൂയ ഇതുകൊണ്ട്, അസൂയ ഉണ്ടായി പറയുന്നേ. അല്ലെ അവരൊരു വീട് മേടിച്ചെന്ന് പറയുമ്പോൾ നീ സന്തോഷിക്കണ്ടേ? സന്തോഷിക്കണ്ടേ? അയ്യോ സിസ്റ്ററെ, വീട് മേടിച്ച് ഞങ്ങൾ അറിഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, നന്നായി നന്നായി കേട്ടോ, ദൈവം നിങ്ങൾ വീടില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടതാ, നന്നായി. ആ ഫോട്ടോ ഇങ്ങോട്ട് നിട്ട്, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഫോട്ടോ നിറണേ, ഇട്ട് കണ്ടോ, അയ്യോ നന്നായിരിക്കുന്നു കേട്ടോ, എന്നാൽ ഞാൻ ഒക്കുന്നെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതല്ലേ മര്യാദ? ഉടനെ പ്രാർത്ഥിക്കുന്ന 2 എണ്ണം വെളിയിലിറങ്ങിച്ച് കുരുക്കൊപ്പിക്കുക, അല്ലെ ഫോണിൽ ചെയ്യുക. അമ്മാമ്മ കണ്ടായിരുന്നു? ഞാനൊന്നും കാണാൻ പോയില്ല, എനിക്കിവിടെ വ്യാഴമൊന്നും. മുറിക്ക് സൗകര്യമില്ലെന്നാ പോയവർ. നീ അവിടെ പോയി കിടക്കുന്നുണ്ടോ? ഇത് മുഴുവൻ അസൂയയാകത്ത്. കൂടെ ആരാധിക്കുന്ന, കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിക്കോ ഒരു ചെറുക്കനോ നല്ലൊരു പ്രപ്പോസൽ വന്ന് കല്യാണം നടക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ തന്നെ അസൂയ ഉള്ളവരുണ്ട്. എങ്ങനെ ഒപ്പിച്ചു? അവരെ ആലോചിച്ചൊന്നും ആയിരിക്കുക. ഉണ്ടോ? എല്ലാം പള്ളിക്കകത്തിരിക്കുക. പള്ളിക്കകത്തായ അസൂയയുടെ ജലസിയെ തീക്ഷണാബിംബം. കൂടെ വന്ന ആൾക്ക് നമ്മൾ 30 വർഷമായിട്ട് വന്നു, 2 വർഷമായിട്ട് വന്ന പുള്ളിക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ല പൊസിഷൻ, സന്തോഷിക്കുകയല്ലേ വേണ്ടേ?
നമുക്ക് യോഗം നിർത്താം, അതായിരിക്കും നല്ലത്. അല്ല, ഈ ഉപവാസ പ്രാർത്ഥന ഈ ബഹളവും വെപ്രാളവും അല്ല, നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരണം. എന്തെങ്കിലും മാലിന്യങ്ങളോ അപാകതകളോ ന്യൂനതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് ഈ വചന ശുശ്രൂഷയിൽ വിട്ടുകളയണം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അസൂയ വായിച്ച പത്രോസിന്റെ 1-ാം ലേഖനം 2:1 അറിവുള്ള വാക്യമാ. വായിച്ചോ, ഉറക്കെ വായിച്ചോ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പെട്ടെന്ന് വായിര്, ഉറക്കെ വായിര്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയ 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 എല്ലാ നോണ, ഒരു നോണയല്ല, 5 കൂട്ടം കാര്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഇതാ ചെയ്യണ്ട, ഇതാ വാങ്ങിക്കണം. അപ്പൊ അകത്ത് നിന്ന് അസൂയ കളയണം. ഇവിടെ വായിച്ചത് ഈ ദൈവാലയത്തെ ഇവർ അശുദ്ധമാക്കിയെന്നാ. പ്രവാസത്തിൽ വിടാൻ കാര്യം, ബാബേൽ പ്രവാസത്തിലേക്ക് വിടാനുള്ള കാര്യം 1 വചനത്തിങ്കൽ താഴ്ത്തിയില്ല, 2 ശാഠ്യം കാണിച്ചു, 3 അവൻ ദൈവാലയത്തെ അശുദ്ധമാക്കി. നാം ദൈവത്തിന്റെ ആലയമാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയില്ലോ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രധാനവും പൂർണ്ണതയും ദൈവഗതം ഇന്നതൊന്നും അനുസരിച്ച് അവൻ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ഈ ദൈവാലയത്തെ നശിപ്പിക്കരുതെന്ന്, ഇതിനകത്തുള്ള മലിനത കളയണം. അപ്പൊ അകത്തോട്ട് ചെന്നപ്പോ കണ്ടത് ജലസി, തീക്ഷണാബിംബം ഇരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, 1-ാം പ്രതി ഞാനാ കൂടെ പറയുന്നത്, നമ്മുടെ അകത്ത് നിന്ന് അസൂയയെല്ലാം കളയണം. അസൂയേ കളയണം. എനിക്ക് തോന്നുന്ന കാര്യ, പ്രാർത്ഥിക്കുന്നവരിൽ മിക്കവർക്കും അസൂയയാ. ഉപദേശിമാരുടെ ഇടയിൽ അസൂയുള്ളവരുണ്ട്. ഞാനെപ്പോഴും പറയും, നമ്മളെക്കാൾ നന്നായിട്ട് ഒരാൾ ആത്മാവ് നിറഞ്ഞ് ശുശ്രൂഷിക്കട്ടെ, ഒന്നെങ്കിലും ഉഴപ്പിയിരിക്കും. ഞാൻ വചനം പറയുമ്പോൾ നിങ്ങളെല്ലാവരും ആസ്വദിക്കുകയും അംഗീകരിക്കുകയും എനിക്കിത് കാണുമ്പോൾ അറിയാം. ചിലടത്ത് ചെന്നാൽ ഉഴപ്പ്, ഇവരാണ്ടല്ല ആയെന്നുള്ള ചിന്തയാ. ആ ഇരിപ്പൊക്കെ കണ്ട ഏതാണ്ടല്ല അങ്ങ് അഹംഭാവമാ. നിങ്ങൾ ചില പാസ്റ്റർമാരെ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. 1-ാം പ്രതി നമ്മൾ യോഗത്തിനൊന്ന് ചെന്നാൽ ചിലർ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചാൽ അല്ലെ കാലുമ്മേ കാലെടുത്ത് വെച്ച് കാലുമ്മേ ഞാൻ വെച്ചിരുന്നായിരിക്കുക, നിങ്ങളെല്ലാം ഇരിക്കുകയല്ലയോ? കാലുമ്മേ കാലെടുത്ത് വെച്ചേ ആരാധനയ്ക്ക് ഇരിക്കുന്നതാ, വലിയ പുള്ളിയാന്നാ. എത്ര കാല് വെച്ചാലും അവസാനം ഞാൻ നോക്ക്, കാലും വെച്ച് അവറാച്ചനാന്നല്ലോ. അഹങ്കാരമുള്ള ചിലരുണ്ട്, ഉപദേശിമാരുടെ ഇടയിലുമുണ്ട്. ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കട്ടെ, അംഗീകരിക്കത്തില്ല, യോജിക്കുകയല്ല, എന്നൊരു സ്വോത്രം പറയോ, ഒന്ന് പ്രാർത്ഥിക്കോ, വാക്യം ഇവരെഴുന്നേൽക്കുമ്പോൾ എല്ലാവരും കത്തണം. ഇല്ല, ഇവരങ്ങ് കത്തിക്കുക. നല്ല സ്വഭാവമല്ല. നീ ബഹുമാനം കൊടുത്താലേ നിനക്ക് ബഹുമാനം കിട്ടൂ. വേറൊരാൾ ദൈവവചനം പറയുമ്പോൾ വായിച്ചു കൊടുക്കുകയും സ്വോത്രം പറയുകയും ചെയ്യുമ്പോൾ നീ എഴുന്നേറ്റ് 2 വാക്ക് പറഞ്ഞാൽ മതി, ജനം സ്വോത്രം ചെയ്യും. ചെയ്യാതെ വരുമ്പോഴാണ് നീ പറഞ്ഞ കൈ കൊണ്ടുവന്നിട്ടുള്ളവരില്ല അടിച്ചാട്ടെ, നാക്ക് കൊണ്ടുവന്നുള്ളവരില്ല ഒന്ന് ചെല്ലുപറത്ത് ഒരു നല്ല കല്ലേലിയ. അപ്പാണ്ട് ചീത്ത കല്ലേലിയ പറ കിടക്കുന്നോ? എടാ, ഇവനൊക്കെ ഇനി എന്ന് വിവരം ഉണ്ടാകാനാ? നിങ്ങളൊരു നല്ല ഹല്ലേലൂയ. എടാ പൊട്ടാ, ഹല്ലേലൂയ എല്ലാം നല്ലതാ. സ്വർഗത്തിൽ ചെന്നാൽ ഈ ഒരൊറ്റ വാചകമേ കേൾക്കാനുള്ളൂ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിടും.
വാക്കുമാറാ ദൈവശബ്ദ ഓരോന്നായി നിറവേറു ഞാനും ചേർന്നു ആനന്ദിക്കൂ എന്നേശു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, നാം ബഹുമാനം കൊടുത്താലേ നമുക്കും അങ്ങനെ കിട്ടുകയുള്ളൂ. ഞാൻ അനുഭവത്തിൽ നിന്നാ പലതും പറയാന്ന്. ഞാൻ എന്നേക്കാൾ ചെറുപ്പക്കാരും പ്രായമുള്ളവർ ആരും ദൈവവചനം നന്നായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് പ്രസംഗിക്കുന്നതിലും കുറച്ചുകൂടെ സന്തോഷം കേൾക്കുന്നതാണ്. അതെ, കേൾക്കുന്നതാണ്. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അതെ, നമുക്കറിയാത്ത കാര്യമായിരിക്കും. ചിലപ്പോൾ ഈ മോൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കറിയാത്ത കാര്യമാണ് പറയുന്നത്. അതെ, ഞാനെല്ലാം അറിയാം, സർവജ്ഞ പീഠം കയറിയാന്നും പറഞ്ഞിരുന്ന. ഞാനെപ്പോഴും പറയും, നമ്മളെക്കാൾ കഴിവും അറിവും ജ്ഞാനവും വിദ്യാനുഗുണന്മാരാണ് നമ്മെ കേൾക്കുന്നത്. അതെ, നമുക്കറിയത്തില്ലൊന്നും. ബഹുമാനം കൊടുക്കണം, എങ്കിലേ ബഹുമാനം കിട്ടൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗം അങ്ങ് വിടുകയാണ്. ദൈവത്തിന് അപ്പോൾ ദൈവാലയത്തിൽ ചെന്നപ്പോൾ ഒന്ന് അസൂയയുടെ ബിംബം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അകത്തിൽ നിന്ന് ഇതെല്ലാം കളയണം. ഉപവാസ പ്രാർത്ഥനയല്ലേ ഇതാ നടക്കേണ്ടത്. അകത്തുള്ള മലിനതയെല്ലാം എടുത്ത് കളയണമെന്ന്. ഒന്ന് തീക്ഷണത ജ്വലിപ്പിക്കുന്ന തീക്ഷണാബിംബം. ബാക്കി ഞാനും വായിപ്പിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യം ഓടിച്ച് പറഞ്ഞ് ആ ഭാഗം വിട്ടേക്കാം. രണ്ട്, ഈ പ്രവാചകന് അങ്ങോട്ട് നടന്നു പോയപ്പം ഈ ഭിത്തിയാലൊരു ചെറിയ ദ്വാരം കണ്ടു. ഒരു ചെറിയ ദ്വാരം, ഭിത്തിയാലൊരു ദ്വാരം. പുള്ളി ദ്വാരം കണ്ടേച്ച് അങ്ങ് പോയി. ഇനി വരാൻ പറഞ്ഞു. ഇനി വന്നേ, ഇതെന്തുവാ? അതൊരു ചെറിയ ദ്വാരം. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ദ്വാരം എന്നല്ലേ? വായിച്ചേ, ഉറക്ക വായിര്. അവനെന്നെ പ്രാകാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോ ചുവരിലൊരു ചെറിയ ദ്വാരം. അത് കുത്തി തുറക്കാൻ പറഞ്ഞു. കുത്തി തുറക്കാൻ ചെറിയ ദ്വാരമാ. ചെറിയ ഒരു ദ്വാരം. ഭിത്തിയല്ലേ ചെറുത്. നമ്മളങ്ങനെ ചെറിയ അച്ഛനൊരു ചെറിയ ബലഹീനത. അതിന് അച്ഛന് ചെറിയ ബലഹീനത. അത് വല്ലപ്പോഴും ഒന്ന് അമ്മാമ്മയ്ക്ക് അറിയാം അത്. പിന്നെ അമ്മാമ്മ അതല്ല ഇങ്ങനെ. പക്ഷെ പുള്ളി വേറൊരു കാര്യമുണ്ട് കേട്ടോ. വീശിയാൽ നമ്മൾ അറിയത്തില്ല, ആരെയും അറിയിക്കത്തും ഇല്ല. ചർച്ച് വന്നാൽ എന്ത് ഡീസൻ്റായിട്ടാ പുള്ളി. പിന്നെ ഒരു ഗുണമുണ്ട്, ശനിയാഴ്ച പുള്ളി വീശുകയല്ല കേട്ടോ, സൺഡേ വരേണ്ടതുകൊണ്ട്. ഒരു ചെറിയ ബലഹീനത, ചെറിയ ദ്വാരമാണ്. അമ്മാമ്മ മറുഭാഷയൊക്കെ പറയും ആത്മാവിലാകും. പക്ഷെ ഒരു ചെറിയ കൂട്ടിപ്പിടിപ്പിക്കുക. അമ്മാമ്മയ്ക്ക് ഈ തുന്നൽ പരിപാടിയുണ്ട്. ചെറിയ ബലഹീനത. അച്ചായൻ സഭയുടെ മെയിൻ ആളാ, നെടും തൂണാ. പക്ഷെ പുള്ളിക്ക് അരിശം കയറിയ അനാവശ്യം കണ്ണ് പൊട്ടുന്ന 2 ഡാഷ്. അതെപ്പോഴും ഒന്നുമില്ല, അതുപോലെ അരിശം വന്നാലേ മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു ചെറിയ ദ്വാരം ദൈവാലയത്തിലേ, ചെറിയ ദ്വാരം. അപ്പൊ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, കുത്തി തുറക്ക്. ചെറുതല്ലേ, നിന്റെ കാഴ്ചക്ക് ചെറുതാ. ചുവരിലൊരു അങ്ങനെ വായിച്ച സഹോദര. നന്നായിട്ട് ദ്വാരത്തോ നന്നാ. ചുവരിൽ ഒരു ചെറിയ ദ്വാരം, ചെറുതാണെന്ന് പറഞ്ഞു പോയപ്പോ തമ്പുരാൻ പറഞ്ഞു, അല്ലല്ല കുത്തി തുറക്ക്. ചെറുതല്ലേ? വായിച്ചേ. ചുവര് കുത്തി തുറക്കാന്ന് പറഞ്ഞു. അടുത്തത് അയ്യോടാ, ചെറിയ ദ്വാരമാ. പക്ഷെ കുത്തി തുറന്ന് അകത്തോട്ട് ചെന്നപ്പം അവിടെ വേറൊരു വാതില്. മനസ്സിലാകുന്നില്ല. പുറമേ നിന്നു എല്ലാം പുട്ടിയൊക്കെ അടിച്ചു വെച്ചിരിക്കുക. പുട്ടിയെ
പുട്ടിയൊക്കെ അടിച്ചു വച്ചിരിക്കുക. പുറമേ നോക്കിയാൽ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയ ദ്വാരം. പുട്ടി അടിച്ചവരൊക്കെ നോക്കണേ. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സഭായി വന്ന് 8 മുതലേ പുട്ടി അടിക്കുകയല്ലേ. എന്ത് വേണ്ട പുട്ടി അടിച്ചാ ഒന്ന് മിണ്ടുന്നില്ല. മിണ്ടണ്ട. എല്ലാം നല്ല സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു ദ്വാരം. ചെറിയ ദ്വാരം അല്ലല്ലോ, കുത്തിത്തുറക്ക്. പുള്ളി കുത്തിത്തുറന്നപ്പോൾ അതിനകത്ത് വേറൊരു, ആ വാതിലിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം പറയാം, സീക്രട്ട് റൂം. എല്ലാവർക്കും ഉണ്ടല്ലോ സീക്രട്ട് റൂം, ഇല്ലേ? ഉണ്ട്. ബൈബിൾ എല്ലാവരും ഇപ്പം കാണാതെ പോയാൽ പോട്ടെ, ബൈബിൾ സഭയെ വെച്ച് മറന്നല്ലേ. ഒരു വീട്ടിൽ ചെന്നപ്പം ബൈബിൾ അങ്ങ് മറക്കരുത്, മറന്നു. പക്ഷേ മൊബൈൽ അങ്ങനെ മറന്നാൽ എന്നാൽ 2 ദിവസം കഴിഞ്ഞ് എടുക്കാമെന്ന് പറയുമോ? അതിനെ എല്ലാവർക്കും ലോക്കല്ലേ, ഇല്ലേ? ചിലയിടത്ത് ഭാര്യയ്ക്ക് പോലും ലോക്ക് തുറക്കാൻ അറിയത്തില്ലല്ലോ. ചിലയിടത്ത് ഭർത്താവിനും അറിയത്തില്ലല്ലോ ഭാര്യയുടെ മൊബൈലിൻ്റെ ലോക്ക് എങ്ങനെയാന്ന്. എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇതിൻ്റെ ലോക്ക്. ഞാൻ പറഞ്ഞു 1 2 3 4 അതാ ലോക്ക്. ഉണ്ട്, എടുത്തോട്ട് നോക്കൂ, എടുത്ത് നോക്ക്. സീക്രട്ട് റൂമേ. എന്നാ ഞാൻ ഇച്ചിരിയും കൂടെ പറയണോ അതോ ഇപ്പം നിർത്തണോ? നിങ്ങളുടെ അഭിപ്രായം. പ്രതിപക്ഷ ബഹുമാനം വേണം. അതിനാ ഞാനിങ്ങനെ നിന്നാൽ എനിക്ക് 5 മണി വരെ നിൽക്കാം, ദൈവം അനുവദിച്ചാൽ. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇങ്ങനാന്നേ പാസ്റ്റർ, നിൽക്കുകയും വേണ്ട ഇരിക്കുകയും വേണ്ട, ഇവിടുന്ന് പോകുന്നതായിരിക്കും. സ്തോത്രം. പ്രവാസത്തിൽ വിടാനുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ചെറിയ ദ്വാരമാ, കുത്തിത്തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ വേറൊരു വാതില്, അകത്ത് സീക്രട്ട്. സ്തോത്രം. മൊബൈലില്ലേ ഭാര്യ അറിയാതെ വേറെ ഫോട്ടോ, ഭർത്താവ് അറിയാതെ വേറെ ഫോട്ടോ, മെസ്സേജ്